നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് സൈഡിൽ നിന്നാണ് ഈ പാർട്ടി വരണമെന്ന്, ഏത് വണ്ടിയെ കയറിയാണ് ഇവിടുന്ന് വരണമെന്ന്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ പശ്ചാത്തലത്തിൽ വന്നിരുന്ന പെൺകുടിക്ക് ആദ്യം കിട്ടിയ അഭിപ്രായം ഇവൻ യഹൂദനാണെന്നാണ്. അല്പം കൂടി സംസാരിച്ച് മുന്നോട്ട് പോയി യേശുക്രിസ്തുവിന്റെ ഭാഷയിലെയും ഇടപെടലിലെയും ചൈതന്യം ഗ്രഹിച്ചപ്പോ അവൾ ഈശോയെ പ്രഭോ എന്ന് വിളിച്ചു. സാധാരണ സ്വഭാവത്തിൽ അല്പം കേടുള്ള ഈ പെണ്ണിനോട് പുരുഷന്മാർ അങ്ങനെയൊന്നുമല്ല ഇടപെടാറ്. ഭാഷയിൽ ശുദ്ധിയും ഇടപെടലിൽ പരിശുദ്ധിയും കണ്ടപ്പോ ഈ പെൺകുട്ടി, ഈ സ്ത്രീ ഈശോയെ പ്രഭോ എന്ന് വിളിക്കാറായി. ഒരല്പം കൂടി ഈശോ അവളോട് സംസാരം തുടർന്നപ്പോ അവളുടെ ജീവിത കഥകൾ കണ്ണാടിച്ചില്ലിൽ എന്നതുപോലെ കണ്ടിട്ട് അവളോട് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്നേരം ഇവൾക്ക് മനസ്സിലായി, ഇത് പണി പാളി. ഇവൻ ഞാൻ പോലും അറിയുന്നതിനപ്പുറം തന്നെ അറിയുന്നല്ലോ. ഇന്നലെ നടന്നതും മിനിങ്ങാന്ന് നടന്നതും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതും ഒക്കെ ഇവൻ പുസ്തകം പാരായണം ചെയ്യുന്നത് പോലെ എന്നോട് പറയുന്ന ഇവൻ കേവലം യഹൂദനും പ്രഭുവുമല്ല, നീ പ്രവാചകനാണല്ലോ. അല്പം കൂടി മെച്ചപ്പെട്ടു അവസ്ഥ. പ്രവാചകനാണ്. വീണ്ടും ഈശോയുടെ സംഭാഷണം ഈ പെണ്ണിനോട് തുടർന്ന് ഒരു അവസാനിക്കാറായപ്പോ അവൾ ഇങ്ങനെ പറയുകയാണ്, മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തു. ഈശോ അവിടെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്തു മിശിഹ ഞാനാണ്. അവൾ എഴുന്നേറ്റൊരോട്ടമാ. കാരണം എന്തെന്നറിയാമോ, ആ സമയം അവളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ കഥകൾ മുഴുവൻ അവളുടെ കൺമുന്നിലും കാതിലും ദൈവം വിവരിച്ചപ്പോ അവൾക്കൊരനുഭവം ഉണ്ടായി. യേശു ക്രിസ്തുവിനോട്, രക്ഷകനോട്, ദൈവത്തോട് സംവദിച്ചതിന്റെ സുഖം അവൾക്ക് കിട്ടിയപ്പോ ഇനിയൊന്നും പറയാൻ നിൽക്കാതെ ഭാഗ്യമെടുത്തുകൊണ്ട് അവൾ ഒരു ഓട്ടമാണ്. അവൾ ചെന്നിടത്തെല്ലാം അവൾ ക്രിസ്തുവിനെ കുറിച്ച് അല്ല പറഞ്ഞത്, അവൾക്ക് സംഭവിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ചെന്നിടത്തെല്ലാം അവൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, അവൾ വായിച്ചു പഠിച്ച സുവിശേഷങ്ങളെ കുറിച്ചോ ജ്ഞാനത്തെക്കുറിച്ച് ഒന്നുമല്ല അവൾ പറഞ്ഞത്. അവൾ സംസാരിച്ചത് അവൾക്ക് സംഭവിച്ചതിനെ കുറിച്ചാണ്. അവൾക്ക് സംഭവിച്ചത് എന്താ? ആ കിണക്കരയിൽ വെച്ച് യേശു ക്രിസ്തു അവളോട് സംഭാഷിക്കുമ്പോ അവൾക്കൊരു ദൈവാനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് അവൾ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ, പ്രിയ സുഹൃത്ത് വർഗീസ് കൊട്ടാപറമ്പിലച്ചൻ പറഞ്ഞു കോട്ടയം വിൻസെൻഷൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളച്ചനാണ്. ഞാൻ പ്രൊവിൻഷ്യാളച്ചനാണെന്നും പറഞ്ഞ് ഇതിലൂടെ എത്ര വഴി നടന്നാലും നിങ്ങൾ അന്നമുണ്ടച്ച വിശേഷം എന്ന് ചോദിക്കും. പക്ഷേ എന്റെ പ്രിയ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, പിതൃതുല്യൻ, ഗുരുതുല്യനായ നാക്കിമ്പറമ്പിലച്ചൻ എന്റെ കൂട്ടത്തിൽ വന്നാൽ ആ കൈയെടുത്ത് നിങ്ങൾ തലയിലൊന്ന് വെക്കും. എന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ആ കൈക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അത് കണ്ട് ഞാനും ആ കൈയെടുത്ത് എന്റെ ശിരസിലൊന്ന് വെക്കും. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ആൻഡ്രു അച്ഛനാകട്ടെ, ജോജോ അച്ഛനാകട്ടെ, ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചും ജീവിച്ചും ഒത്തിരി ദൈവാനുഭവം കൈമാറി തന്ന മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാകാം ഒരുപക്ഷെ. അതുകൊണ്ട് നമുക്ക് അവരോടൊരു സ്നേഹവും വീണ്ടും ദൈവാനുഭവം കിട്ടാൻ വേണ്ടി ഒരു മോഹവും തോന്നും. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് മണിക്കൂറുകളോളം നിങ്ങളോട് പ്രസംഗിക്കാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും പുതുതായി കിട്ടാനുണ്ടെന്ന്. ഞാനീ പറയുന്നതെല്ലാം പുസ്തകം വായിച്ചാലും ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പോയി യൂട്യൂബിൽ ചെന്നാലും എന്നെക്കാളും നന്നായിട്ട് പ്രസംഗിക്കുന്ന എന്തോരം അച്ഛന്മാര് ഈ ലോകത്തിലുണ്ട്. അവിടെ നിന്നെല്ലാം കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് പോട്ട കൺവെൻഷന് വേണ്ടി ദൈവമക്കൾ വരുന്നത് ഏതെങ്കിലും ഒരു അച്ഛന്റെ പ്രസംഗം കേൾക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടയെന്ന് പറയുന്ന നമ്മൾ തീർത്ഥാടന കേന്ദ്രമായി കരുതുന്ന ഈ മണ്ണിലേക്ക് ജനതതി ഒരു മഴ പോലെ ഒഴുകിയെത്തുന്നതിന്റെ കാരണം ഇവിടെ വരുമ്പോ ദൈവം എനിക്ക് അടുത്ത പോട്ട കൺവെൻഷൻ വരെ ജീവിക്കാൻ ഒരു ദൈവാനുഭവം തരും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇന്ന് ഇരുട്ട് വെളുപ്പിച്ചിരുന്ന് വീട്ടിൽ പങ്കുവെക്കാൻ, ചർച്ച ചെയ്യാൻ കർത്താവ് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, തിരുസഭ വളരുന്നത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് തിരുസഭ വളരുന്നത്? 3 സാക്ഷ്യങ്ങളിലൂടെയാണ് തിരുസഭ വളരുന്നത്. 1 വിശ്വാസത്തിന്റെ സാക്ഷ്യം, 2 ദൈവ അനുഭവത്തിന്റെ സാക്ഷ്യം, 3
ജീവിത സാക്ഷ്യം. 3 സാക്ഷ്യങ്ങളിലൂടെയാ തിരുസഭ വളരുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും തിരുസഭ വളരുകയുള്ളൂ. ഈശോ സഭയെ ആരംഭിച്ചത്, അഭിഷേകം ചെയ്ത് ആരംഭിച്ചത് പന്തക്കോസ്ത ദിനത്തിലാണെന്നാണ് നാം പഠിക്കാറ്. പക്ഷേ ഈശോ സഭയെ ജനിപ്പിച്ച വേറൊരു മുഹൂർത്തത്തെക്കുറിച്ച് സുന്ദരമായി വിയന്ന എന്ന് പറയുന്ന വലിയ രൂപതയിലെ കർദിനാൾ ഷേൺബേൺ എന്ന് പറയുന്ന കർദിനാൾ മാർപ്പാപ്പയുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ധ്യാനഗുരുവാണ് അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞു: സഭ ജനിച്ചത് കർത്താവിന്റെ മാറിടം പിളർന്നാണ്. ഹല്ലേലൂയ. തിരുസഭ ജനിച്ചത് കർത്താവിന്റെ മാറിടം പിളർന്ന, യേശു ക്രിസ്തുവിന്റെ മാറിടം പിളർന്ന് ജനിച്ച സഭയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നത് തീ പോലെ, വെള്ളം പോലെ, അഗ്നിനാവുകൾ പോലെ വന്നതുപോലെ തന്നെ ആദ്യമായി ഈശോ ഇഷ്ടം പോലെ ദൈവാത്മാവിനെ കൊടുത്ത ഒരവസ്ഥ കുരിശിൽ തൂങ്ങി പിടഞ്ഞു മരിക്കുമ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് കൊടുത്ത ചോരയും ജലവും, ചെന്നിടവും ജലവും പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ നൽകലാണെന്ന് ആ മെത്രാപ്പോലിത്ത മാർപ്പാപ്പയോട് പറഞ്ഞു. ഹല്ലേലൂയ. മാർപ്പാപ്പ അത് സ്വീകരിച്ചു, ഞാനും അത് സ്വീകരിക്കും. സ്നേഹമുള്ളവരെ, എന്താണ് അതിനർത്ഥം? ഈശോ സഭയെ ജനിപ്പിച്ചത് മാറിടം പിളർന്നാണെങ്കിൽ, ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുത്തത് കുടിക്കാനാവുന്ന ജലം പോലെയാണെങ്കിൽ, സ്പർശിക്കാനാകുന്ന ചെന്നിണം പോലെയാണെങ്കിൽ, അത് ചങ്കിൽ നിന്നാണെങ്കിൽ, ദൈവം മനുഷ്യന് വചനം കൊടുക്കുന്നത്, ദൈവം മനുഷ്യന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് കാറ്റായെന്ന് നാം പറയുമ്പോ, തീ നാളമായി എന്ന് നമ്മൾ പറയുമ്പോ, ഒരു ചൂടായി എന്ന് പറയുമ്പോൾ, ഒരു ഉഷരതയായി എന്ന് നമ്മൾ പറയുമ്പോൾ, അതിനെല്ലാം അപ്പുറത്തേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും തങ്ങിപ്പിടിക്കാനാവുന്ന ഒരനുഭവമായിട്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെയും സഭയെയും കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ഓർക്കുന്നു, കഴിഞ്ഞതിന്റെ മുൻപിലത്തെ വർഷം പകുതിയോളം വരെ ഞാൻ വിൻസെൻഷൻ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിരുന്നത് ജർമ്മനിയിലെ ബെർലിനിലുള്ള ഞങ്ങളുടെ ധ്യാനമന്ദിരത്തിലാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ജോജോ അച്ഛൻ വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ ധ്യാനമന്ദിരം, നിങ്ങൾക്കറിയാം, ജർമ്മനി പോലെയുള്ള ഒരു ദേശത്ത്, ബെർലിൻ പോലെയുള്ള ദൈവനിരാസം നിരന്തരം പറയുന്നൊരു നാഗരികതയിൽ ദൈവവചനം പറഞ്ഞൊരു പുതിയ സംസ്കാരം രൂപീകരിക്കാൻ സാധാരണക്കാരന് അസാധ്യമാണ്. അവിടെ 24 മണിക്കൂറും ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിൻസെൻഷൻ ധ്യാനമന്ദിരമുണ്ട്. 24 മണിക്കൂറും അവിടെ ആത്മീയ ശുശ്രൂഷ, വിശുദ്ധ കുർബാന അങ്ങനെ തുടരുകയാണ്. വലിയ ജനക്കൂട്ടമൊന്നും വരുന്ന ഒരു സ്ഥലമായിരുന്നില്ല അത്. ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്യാൻ പോകാൻ എന്റെ അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോ എനിക്ക് മനസ്സിൽ മടിയായിരുന്നു. അപ്പോ ഞാൻ എന്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചു, അച്ഛാ, എനിക്ക് ഒന്നുമല്ല നാട്ടിൽ വന്ന് ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ഇരിക്കുമ്പോ അവരോട് ദൈവവചനം പറയണം, അല്ലെങ്കിൽ ആഫ്രിക്കയ്ക്ക് പോകണം, അവിടെ പോയി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവരോട് കർത്താവിന്റെ വചനം പറയാൻ എന്ത് രസമാണ്. ഞാനിവിടെ ഒരാൾ വന്നാൽ വന്നു, 2 പേര് വന്നാൽ മഹാഭാഗ്യം, 3 പേര് വന്നാൽ വലിയ പെരുന്നാളാ. അങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ എന്നാ ചെയ്യാനാ? അപ്പൊ ഞാൻ എന്റെ ആത്മീയ പിതാവിനോട് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, 10,000 പേരെ നീ നാട്ടിൽ പോയി മാനസാന്തരപ്പെടുത്തുന്നതിനേക്കാളും കർത്താവ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ആ പട്ടണത്തിന്റെ നടുവിലിരുന്ന് ഒരാള് മാനസാന്തരപ്പെടുന്നതായിരിക്കും. അത് വലിയൊരു ആറ്റം ബോംബാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടത് ആത്മാവിലൊരു വിശ്വാസപ്പെട്ട് ഞാൻ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പ്രായമായ മനുഷ്യർ യേശുക്രിസ്തു ഇല്ലാതെ നടക്കുന്നു, അവർക്ക് മാമോദിസ കൊടുത്ത് ഈശോയോട് അടുപ്പിക്കണം. അതൊരു കൊതിയായിരുന്നു, എന്നും ഈശോയോട് പറയും. രണ്ടാമത്തെ വലിയൊരു മോഹമായിരുന്നു, ചെറുപ്പക്കാര് കർത്താവിന്റെ മുൻപിൽ വരണം. എനിക്ക് ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള ഒരു ടെക്നിക്കും അറിയാമല്ല. എന്നെ കണ്ടാൽ ആരും വരികയില്ല, വർത്താനം പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ ഉള്ളവരും കൂടെ പോവുള്ളൂ. പിന്നെ എങ്ങനെ ഈ ചെറുപ്പക്കാരെ എല്ലാം ആകർഷിച്ചു നിർത്തും? അതിനൊന്നും ഒരു വഴിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈശോയോട്, ഈശോയെ, ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെ നിന്റെ അൾത്താരയ്ക്ക് ചുറ്റും ഇവിടെ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്താ, ഒരു 15 പേര് 20 പേര് ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ എത്തിക്കണം എന്ന് പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാം ഇങ്ങനെ നടക്കവേ, ഒരു ദിവസം വൈകുന്നേരം ഒരു 7 മണിയോടടുക്കവേ ഒരു പെൺകുട്ടി, ഒരു 19-20 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പെൺകൊച്ച് വന്നു. അവള് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് അപ്പനും അമ്മയും ഉള്ളവളാണ്. അവൾ ജനിച്ചു വളർന്നത് ജർമ്മനിയിലാണ്. 19 വയസ്സ് പ്രായമുള്ള ഈ കൊച്ച്
മാമോദിസയും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ കുദാശകൾ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു കത്തോലിക്ക പെൺകൊച്ചാണ്. അവൾ കഴിഞ്ഞ 2 വർഷമായി അവളുടെ അവസ്ഥ അന്ധകാരത്തിലാണ്. അവൾ ഡ്രഗ് അഡിക്റ്റ് ആണ്, മയക്കുമരുന്നിന് അടിമയായി നിൽക്കുന്നു. ഞാൻ അവളെ കാണുമ്പോഴും 19 വയസ്സുള്ള പെൺകൊച്ചു കുമുകുമാ എന്ന് സിഗരറ്റ് വലിച്ചു പുകച്ചുകൊണ്ട് നിൽക്കുക, ഒരു പെൺകുട്ടി. അവള് മയക്കുമരുന്ന് അടിമയാണ്. അവള് ആരും ആ പെൺകുട്ടിയെ ഞങ്ങളുടെ സെന്ററിൽ എത്തിച്ചു. ഞാൻ ആ കൊച്ചിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ എന്നോട് ആവശ്യപ്പെട്ടത് ഇതാണ്: ഇന്ന് രാത്രി എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കരുത് അച്ഛൻ. ഇവിടെ നിന്ന് ഞാൻ പോയാൽ ഞാൻ വലിയ ദുഷ്ട മനുഷ്യരുടെ പിടിയിൽ അകപ്പെടും. രാത്രിയിൽ എന്റെ ജീവനും എനിക്ക് ഇനി മിച്ചമുള്ളതെല്ലാം തീരും. അതുകൊണ്ട് പോകാൻ അനുവദിക്കരുത്. ചെറിയൊരു ആശ്രമമാണ് എന്റേത്. അവിടെയുള്ള ഒരു ചെറിയ പള്ളി. ഈ പെൺകുട്ടിയെ അന്ന് രാത്രിയിൽ താമസിപ്പിക്കാനൊന്നും ഇടമില്ല. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മകളെ, നിനക്ക് ഇരിക്കാൻ ഒരിടവും സംസാരിക്കാൻ ഒരാളെയും ഞാൻ പരിചയപ്പെടുത്താം. വൈകുന്നേരത്തെ ശുശ്രൂഷകൾ അവസാനിച്ച് 9:30 ആയപ്പോ ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കാപ്പിയൊക്കെ കൊടുത്ത് ഒരു ചൂട് കാപ്പി ഒരിക്കൽ കൂടി കുടിപ്പിച്ചിട്ട് അവിടെ 24 മണിക്കൂറും എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ വലിയ സാന്നിധ്യമുണ്ട്. അതിന് മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി. ഏതാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ജനപരങ്കാരായിട്ടുള്ള സ്ത്രീകളും കന്യാസ്ത്രീകളും ആ പള്ളിയിലുണ്ട്. ഈ പെൺകൊച്ച് ഈ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നീ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതേ ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമർപ്പിതയായ സഹോദരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, പെൺകൊച്ചു മൊത്തം പ്രശ്നമാണ്. അവള് കാലിൽ ചവിട്ടുന്നു, ഓടുന്നു, വെള്ളം ചോദിക്കുന്നു. ഇവൾക്ക് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോ വലിയ പ്രതിസന്ധിയിലായി. ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിച്ചു, മകൾ, ഈ രാത്രി നീ ഇവിടെ നിന്ന് പോകാതിരിക്കൂ. ആ രാത്രി അവള് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ടിരുന്നു. ഒരു 3 മണി സമയമായപ്പോ പെട്ടെന്ന് ഈ കുട്ടി ശാന്തരായി എന്നാണ് കണ്ടു നിൽക്കുന്നവർ പറയുന്നത്. ഒരു 5 മണിയോടുകൂടി ഞാൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഇവൾക്ക് എന്തു പറ്റിയെന്ന് അറിയാൻ. 5 മണിക്ക് ചെല്ലുമ്പോ ഇവര് എന്നെ കാത്തു നിൽക്കുന്നു, ഈ കുട്ടി ഉൾപ്പെടെ. അവർ ശാന്തയായി, സന്തോഷവതിയായി, കുളി കഴിഞ്ഞിറങ്ങി വരുന്ന വളരെ ഫ്രഷായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയെ പോലെ മിടുക്കിയായി ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, 3 മണിയായപ്പോൾ ആ അൾത്താരയിലിരിക്കുന്ന അപ്പത്തിൽ നിന്ന് എനിക്കൊരു കിക്ക് കിട്ടി. കിക്ക് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ അവർക്ക് എല്ലാം മറക്കാൻ വേണ്ടി അതിന്റെ എക്സ്ട്രീമിൽ കിട്ടുന്ന ഒരു സുഖമാണ്. അപ്പോ 3 മണിയായപ്പോ ആയിക്കോട്ടെ, കിക്ക് ഫ്രം ദ ലോർഡ് ഓൺ യുവർ ഓൾട്ടർ, നിന്റെ അൾത്താരയിലിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിന്ന് 3 മണിയായപ്പോ എന്റെ തലച്ചോറിൽ എനിക്കൊരു കിക്ക് കിട്ടി, ഒരു ചവിട്ട് കിട്ടി എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ശാന്തയായി. ഞാൻ സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷെ ഞാൻ കരുതി, ഈ പെൺകൊച്ച് ഇപ്പോൾ തന്നെ ഇന്ന് അവൾ തിരിച്ചു പോകുമ്പോ തിരിച്ച് മയക്കുമരുന്നിലേക്കൊക്കെ പോകാം, മദ്യത്തിലേക്ക് പോകാം. ഞങ്ങൾ അവളെ വിട്ടില്ല. അവളെ സുഹൃത്തുക്കൾക്കൊപ്പം, ആശ്രമത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കുറച്ചു ദിവസം കൂടി അവിടെ താമസിപ്പിച്ചു. അവൾ എങ്ങും പോയില്ല. ഞങ്ങളുടെ ദേവാലയത്തിന്റെയും ശുശ്രൂഷയുടെയും പരിസരങ്ങളിൽ യേശുക്രിസ്തുവിനെ കണ്ടും വർത്തമാനം പറഞ്ഞും അവൾ കുറെ നാളുകൾ നടന്നു. എന്നിട്ട് ഈ കുട്ടി ചെയ്തത് എന്തെന്നറിയുമോ? അവൾ ഓരോ ദിവസവും അവളുടെ സംഘത്തിൽ നിന്ന് 2, 3, 4, 5 പേരെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അവൾക്ക് വലിയ മനസ്സു നിറഞ്ഞ ആനന്ദവും പുതുജീവിതവും കൊടുത്ത ദേവാലയത്തിലേക്ക്, അൾത്താരയത്തിലേക്ക് അപ്പത്തിന് ചുറ്റും യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാത്ത യുവജനക്കൂട്ടത്തെ അവൾ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൾ വർഷങ്ങളോളം ആ ശുശ്രൂഷ തുടർന്നപ്പോ നിരവധി ചെറുപ്പക്കാരുടെ ഒരു വലിയ സഞ്ചയം ആ ദേവാലയത്തിൽ കയറിയിറങ്ങാൻ തുടങ്ങി. അതിൽ നിരവധി പേർ ചോദിച്ചും മോഹിച്ചും കർത്താവിന്റെ കൂദാശകൾ സ്വീകരിച്ചു. അനവധി പേർ ദുശീലങ്ങളിൽ നിന്ന് വിട്ടുമാറി. ഇപ്പോൾ അവൾ ജർമ്മനിയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകൊച്ച്, ബീഡിയും വലിച്ചുകൊണ്ട് വന്ന പെൺകൊച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എനിക്ക് എന്റെ ദൈവത്തെ വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം പോലെ, തെറ്റില്ലാതെ കർത്താവിന്റെ സുവിശേഷം ലോകത്തോട് പറയണമെന്ന വലിയ കൊതിയിൽ നിന്ന് ഈ കൊച്ച് ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് എനിക്ക് വലിയ ആനന്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ എത്രയോ കാലമായി എല്ലാ ദിവസവും മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് കർത്താവിന്റെ വചനമൊക്കെ പറയും, ഇഷ്ടംപോലെ പ്രസംഗിക്കും. എന്നിട്ടും ഒന്നും അങ്ങനെ ഒരു ജനക്കൂട്ടം എന്റെ പ്രഭാഷണം കേൾക്കാനൊന്നും അവിടെ വന്നില്ല. പ്രൈസ് ദി ലോർഡ്. വരുന്നവർ കേൾക്കും, കാപ്പി കുടിക്കും, സുഖമാണെന്നൊക്കെ ചോദിക്കും, പോകും. എല്ലാവർക്കും സന്തോഷമൊക്കെയാണ്.
പക്ഷേ ആളുകൾ ഇടമുറിയാതെ അൾത്താരയുടെ ചുറ്റും കൂടിയത് എപ്പോഴാണെന്നറിയാമോ? അവിടെ വന്ന ഒരു പെൺകൊച്ചിനോട് യേശു ക്രിസ്തു സ്നേഹം കൈമാറി അനുഭവം കൊടുത്തപ്പോഴാണ്. ഹല്ലേലൂയ. ഈ നിങ്ങൾ ഇന്ന് വലിയ ഒരു ആത്മീയ വസന്തം പോലെ രുചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുറ്റത്ത് നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പടർന്ന വലിയ സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും കാതലായ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ദൈവം മനുഷ്യന്റെ ശരീരത്തിൽ വന്ന് ഇരുന്ന് അവനോട് സംവദിക്കും, അവനെ സ്വന്തമാക്കും. പിന്നീട് അവനെക്കുറിച്ച് പറയാനാകാതെ അവനെക്കുറിച്ച് പറയാതിരിക്കാനാകാതെ ദൈവമക്കൾ അനുഭവം കൊണ്ട് ഇറങ്ങി നടക്കും. അതിനെക്കുറിച്ച് തിരുസഭയുടെ പഠനം ഇതാണ്. അങ്ങനെ മനുഷ്യരെ ദൈവം തെരഞ്ഞെടുക്കുന്നത്, ദൈവാനുഭവം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, എന്റെ ഈശോയെ, എന്റെ മകളുടെ കല്യാണം വരെ ജീവിച്ചിരിക്കാൻ എന്റെ ക്യാൻസർ രോഗം മാറ്റണമേ എന്നാണ്. പ്രിയപ്പെട്ടവര്, ആ പ്രാർത്ഥന ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണോ ശക്തി? ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുള്ള പ്രാർത്ഥനയാണോ? ഒരു പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തുവിനാണ് ശക്തി. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിനാണ് ശക്തി. നമ്മളെ ആ ശക്തിയാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മൾ അവനോട് സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്. ഈശോ നമുക്ക് അനുഭവം തരുന്നത് സഭയെ വളർത്താനാണ്. കാരണം എന്തെന്നറിയാമോ? ഈ തമ്പുരാൻ ഈ ഭൂമിയിൽ തന്നതിൽ ഏറ്റവും വലിയ സംഭാവന പരിശുദ്ധാത്മാവ് ആകുന്ന സംഭാവനയാണ്. ആ സംഭാവനയുടെ രൂപമെന്ന് പറയുന്നതിൽ രക്തവും ജലവുമുണ്ട്. അത് മാമോദിസയാണ്, അത് വിശുദ്ധ കുർബാനയാണ്, അത് സർവ്വകൂദാശകളുമാണ്. അതിനുള്ളിൽ രക്തവും ജലവുമുണ്ട്. എന്താണ് അതിനർത്ഥം? ചലിക്കുന്ന രക്തവും ജലവും എന്ന് പറയുന്നത് ഈ ശരീരമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് അനുഭവം തരുന്നത് ആകാശങ്ങളിലല്ല. ദൈവം നിങ്ങൾക്ക് അനുഭവം തരുന്നത് വീടിന്റെ ഉമ്മറത്തുള്ള ഒരു കമ്പിൽ തൂക്കിയിട്ടല്ല. ദൈവം നിങ്ങൾക്ക് അനുഭവം തരുന്നത് വഴിയോരത്ത് ഒളിച്ചു വെച്ചല്ല. ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ തരുന്നത് എവിടെയാണ്? രക്തവും ജലവും ഒഴുകുന്ന മജ്ജയും മാംസവുമുള്ള ചലിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുള്ള ഈ ശരീരത്തിൽ ദൈവം ആത്മാവിനെ തരുന്നു. എന്തിനു വേണ്ടി? അവനെ സ്നേഹിക്കുമ്പോൾ ഈ കണ്ണുകൾ കരയണം. അവനെ കേൾക്കുമ്പോൾ കൊതിയോടെ ഈ മിഴികൾ തുറന്നിരിക്കണം. അവൻ അവസാനിപ്പിക്കുമ്പോൾ അറിയാതെ ഈ നാവ് അവനെ കുറിച്ച് പറയണം. അവൻ അരികിലില്ലെന്ന് തോന്നുമ്പോൾ ഈ ചങ്കിൽ അറിയാതെ ഇടുപ്പിനിടയിൽ നമ്മൾ അവനെ അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം റോമാ മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ച ഒരു പോർച്ചുഗീസ് ദൈവശാസ്ത്രജ്ഞനുണ്ട്. ഫാദർ ജോസ് തൊളേന്റീനോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നല്ല ഒരു ധ്യാനം മാർപ്പാപ്പയോട് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ മാർപ്പാപ്പയുടെ മുൻപിൽ ഒരു സ്ത്രീയുടെ രൂപം സുവിശേഷങ്ങളിൽ നിന്ന് അവതരിപ്പിച്ചു. എന്നിട്ട് മാർപ്പാപ്പയോട് പറഞ്ഞു, പുതിയ സുവിശേഷവൽക്കരണത്തിൽ ഈ സ്ത്രീക്കും ഒരിടമുണ്ട് പിതാവേ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണെന്നറിയുമോ ആ സ്ത്രീ? ശമയോൻ എന്ന് പറയുന്ന സൗഖ്യപ്പെട്ട കുഷ്ഠരോഗിയുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് വിരുന്നിനെത്തി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അവൻ അവിടെ വിരുന്നുണ്ണവേ, അവൻ അവിടെ വിരുന്നിന് വേണ്ടി സ്വീകരിക്കപ്പെടവേ, ശമയോൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജ്ഞാനം റബ്ബിയായ ഗുരുവായ അവനോട് ചർച്ച ചെയ്യാൻ വേണ്ടി കുറെ സുവിശേഷകരുടെയും അവന്റെ സുഹൃത്തുക്കളുടെയും അവിടുത്തെ അരിസ്റ്റോക്രാറ്റ്സിന്റെ ഒരു സംഘത്തെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവിടേക്ക് ഈശോ വചനം പറയാൻ വേണ്ടിയോ അവന്റെ അനുഭവം പറയാനോ സാക്ഷ്യപ്പെടുത്താനൊക്കെയായിട്ട് കർത്താവ് ചെല്ലുകയാണ്. അപ്രതീക്ഷിതമായി ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി അവിടെ കടന്നു വന്നു. അത് ആരാണെന്നറിയാമോ? ആ പെണ്ണ് അല്ലേ? കർത്താവിന്റെ കാല് കണ്ണുനീരുകൊണ്ട് കഴുകി തന്റെ മുടി കൊണ്ട് തുടച്ച് വലിയ വിലയുള്ള നാർദീൻ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്ത് കാൽ ചുംബിച്ച കരഞ്ഞ ആ പെണ്ണ്. ആ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മാർപ്പാപ്പയോട് ഈ ഫാദർ തൊളേന്റീനോ പറഞ്ഞു, ഇവളാണ് അവൾ, ഇവളെ പാപ്പ ഒന്ന് കണ്ടേ. എന്തെന്നറിയാമോ? എന്നിട്ട് തുടരാൻ പറഞ്ഞ കാര്യം, ഇവിടെ സംഭവിച്ച ആ ഭവനത്തിൽ അന്ന് സംഭവിക്കാനിരുന്ന എല്ലാ സുവിശേഷ പ്രഘോഷണങ്ങൾക്കും അവിടെ അവർ ചർച്ച ചെയ്യാനിരുന്ന ഈശോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന സർവ്വജ്ഞാനികളും ചേർന്ന് എഴുതാനും വായിക്കാനും ചർച്ച ചെയ്യാനും ഇരുന്ന ആ വിശ്വാസ സത്യങ്ങൾക്ക് മുഴുവൻ ജീവനും ഭാവവും രൂപവും കൊടുത്ത് അത്
ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പോകുന്നത് ഈ കാൽച്ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനെ പോലെയുള്ള ദൈവാനുഭവികളാണ്, ദൈവാനുഭവം സിദ്ധിച്ചവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനപ്പന്തലിലെ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകനായി ഇന്ന് പരിണമിക്കേണ്ടത് കേവലം 40 മിനിറ്റ് ഇവിടെ വന്ന് നിന്ന് ആലോചനകൾ നിന്നോട് പറയുന്ന ഈ പാവപ്പെട്ട ഈ ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്റെ മുൻപിലിരുന്ന് വചനം കേൾക്കുന്ന, ശ്രദ്ധയോടെ വചനം കേൾക്കുന്ന, കണ്ണുകളുള്ള, കണ്ണുനീരുള്ള, ചങ്കിടിപ്പുള്ള, വിയർപ്പുള്ള, ദൈവസ്നേഹമുള്ള ഈ മനുഷ്യരെ നിങ്ങളെ കാണുമ്പോൾ സ്നേഹവും ഭയവും തോന്നുന്നു. കാരണം എന്തെന്നറിയാമോ? കർത്താവിന്റെ കാൽ കീഴിൽ ഈ വരാനുള്ള 5 ദിനം ദൈവവചനം കേട്ടിരിക്കുന്ന നിങ്ങളെ കുറിച്ചുകൂടിയാണ് ഈ ജ്ഞാനസംബന്ധം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ ജ്ഞാനം? എന്താണ് ആ ജ്ഞാനം? മക്കളെ, ദൈവമക്കളെ, ഇവിടെ പങ്കുവെക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വചനം നിങ്ങളുടെ അന്തരാത്മാവിൽ വീഴുന്ന സമയത്ത് ഓർമ്മ കൊണ്ടോ അനുഭവം കൊണ്ടോ അനുതാപം കൊണ്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും മിഴികളിൽ ഒരിറ്റു കണ്ണുനീർ പനിച്ചാൽ ദൈവം തന്നെ തെരഞ്ഞെടുക്കുന്നു. കരങ്ങളടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആരുടെയെങ്കിലും ആത്മാവിൽ ഒരു വേദന തോന്നിയാൽ, മിഴികളിൽ അല്പം ജനം കലത്താൽ ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ യേശുക്രിസ്തുവിന്റെ കാൽപാദത്തിനു കീഴിൽ ഇന്നുവരെ എനിക്ക് ദൈവം തന്നത് മുഴുവൻ നർദീൻ തൈലം പോലെ സമർപ്പിക്കണമെന്ന് തോന്നിപ്പോയാൽ, ചെയ്യണമെന്നില്ല, തോന്നിപ്പോയാൽ എന്താണ് അതിനർത്ഥം? ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പല പ്രാവശ്യം പ്രഭാതം മുതൽ പ്രദോഷം വരെ സ്വന്തം മുഖത്തിന്റെ കാന്തിയും രൂപവും അളന്നും തന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു സഹോദരന് ഈ ധ്യാനമന്ദിരത്തിന്റെ, ഈ വചനവേദിയുടെ വലതു സൈഡിലിരിക്കുന്ന ഈ കുരിശിലേക്ക് നോക്കിയിട്ട് അറിയാതെ ശിരസൊന്ന് ആ കാൽക്കുമ്പിലേക്ക് വീഴ്ത്തണമെന്നും, നിങ്ങളുടെ അഴകിന്റെ മൂർത്തരൂപമായ മുടികൊണ്ട കാലൊന്ന് തുടയ്ക്കണമെന്നും, ഒരു നല്ല കുമ്പസാരം നടത്തണമെന്നും വരാനുള്ള 5 ദിവസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തോന്നിയാൽ അതിന്റെ അർത്ഥം വലിയൊരു കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ ആ കാര്യം? ദൈവം തെരഞ്ഞെടുത്ത ആ കാര്യം, അതെന്താണ് ആ കാര്യം? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതൊരു വലിയ കാര്യമാണ്. ആ കാര്യം ദൈവം ജീവിക്കുന്നു എന്ന് പറയാനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും കൂടി സൂചിപ്പിച്ചോട്ടെ, സമയം തീരാറായി. എന്നെ ജർമ്മനിയിൽ വെച്ച് ഇന്ത്യക്കാരായ അച്ഛന്മാര് 24 മണിക്കൂറും പള്ളി തുറന്നിട്ടിട്ട് ആ പള്ളിയുടെ അൾത്താരയിൽ ഒരപ്പം എഴുന്നേൽപ്പിച്ച് വെച്ച് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് മനുഷ്യരെ വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞ വാർത്ത കേട്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽ ജനിച്ചതിന് ശേഷം വിശ്വാസം നഷ്ടപ്പെട്ടൊരു പത്രക്കാരി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് ആ സഹോദരി എന്നോട് ചോദിച്ചു, നിങ്ങൾ 24 മണിക്കൂറും തുറന്നിട്ട പള്ളിയും അൾത്താരയും വെച്ചിട്ട് എന്താണ് ഈ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ സൂപ്പർസ്റ്റിഷൻ അല്ലേ, അന്ധവിശ്വാസമല്ലേ അച്ഛന്മാരെ? വേറെ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ എന്നോട് പറയുക. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾക്ക് എന്റെ വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം, പക്ഷേ ഞാന് എന്റെ സഹോദരങ്ങളും ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയുന്ന യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചുപോയി എന്ന് നിങ്ങൾ പറഞ്ഞ ക്രിസ്തു ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം വന്നവരാണ്. ആ സ്ത്രീ എന്നോട് ചോദിക്കുകയാണ്, അത് നീ മാത്രമല്ല, അത് നിങ്ങൾ മാത്രമല്ല, ഇഷ്ടം പോലെ നിങ്ങളുടെ മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആളെവിടെയാ? ആ സ്ത്രീ എന്നോട് ചോദിച്ചതാ, വേർ ഈസ് യുവർ ജീസസ്, ലിവിംഗ് ജീസസ്. ഞാൻ അൾത്താരയിലേക്ക് വലം ചൂണ്ടി ആയിരിക്കുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വലിയൊരു തിരുസക്രാരിയുടെ
നടുവിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കപ്പലിന് കൊണ്ടുപോയതാണ്. അത് ആ മോൺസ്ട്രൻസ് ഈശോ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന അരളിക്ക. അതിന്റെ നടുവിൽ വലിയ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ജീവിക്കുന്ന ഈശോയാണ്. ഫോട്ടോഗ്രാഫറിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അതിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീ മുഖം പൊത്തി കളിയാക്കി ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാന് വാക്കുകളില്ലാതെ അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ് കൊണ്ട് ഇതിനകത്ത് ഈശോയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് ഇത്രയൊക്കെ പറയാനേ അറിയാവുള്ളൂ, ബാക്കി നീ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഒരു ചായ കുടിച്ചാലോ? അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. ചായ കുടിക്കാൻ എന്റെ കൂട്ടത്തിൽ വന്നിരുന്ന ആ സഹോദരിയോട് പറഞ്ഞു, ആ ഈശോ, നിങ്ങൾ ചിരിക്കുന്നെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ആ ഈശോ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും അവരെന്നോട് തെളിവ് ചോദിക്കുക. എന്ത് തെളിവാ ഞാൻ കൊടുക്കുന്നത്? ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ പെൺകൊച്ചില്ലേ, അവള് ആ ഞങ്ങളുടെ ആശ്രമത്തിന്റെ അപ്പുറത്തെ മുറിയിൽ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ ബെല്ലടിച്ചു. ഓടി വന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ നീ ഇങ്ങ് വന്നേ, നിനക്ക് എന്തു പറ്റി നീ പെണ്ണിനോടെന്ന് പറയാൻ പറഞ്ഞു. ആ പത്രക്കാരിയോട് സന്തോഷത്തോടെ ആനന്ദത്തോടെ തുടിച്ചു തുള്ളി മിടുക്കി ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിമതിയായ സുന്ദരിയായ കഴിവുള്ള അവരുടെ നാട്ടുകാരിയായ പെൺകൊച്ച് വാതോരാതെ അവളുടെ ജീവിതവും അന്നു രാത്രിയിലെ മഹാത്ഭുതവും സാക്ഷ്യം പോലെ ഈ പത്രക്കാരിയോട് പറഞ്ഞു. എന്നിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. വീണ്ടും പറഞ്ഞു, വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഞാൻ പെൺകൊച്ചിൽ ഞാനിത് കണ്ടുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോ സ്വന്തം പോക്കറ്റിൽ കിടത്തിയിരുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് ഈ ജേർണലിസ്റ്റ് പെൺകൊച്ചിന്റെ മിഴി തുടച്ചിട്ട് പറഞ്ഞു, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അല്പം കൂടി സമയം തന്നെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ഇവള് ഈ പത്രക്കാരെ വിട്ടില്ല, പുറകെ പോയി. ഒരു 6 മാസത്തിന് ശേഷം നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് സുന്ദരമായ ഒരു റിപ്പോർട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവൾ ദേവാലയത്തിൽ വന്ന് ഞങ്ങൾ അച്ഛന്മാരുടെ കൈ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, സന്തോഷം, ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് സന്തോഷം, കാലങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന ദൈവത്തെ ഞാനും കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ദൈവം അനുഭവം തരുന്നത്? മകളുടെ കല്യാണം വരെ കഴിയുന്നിടം വരെ ജീവിക്കാനാണോ? അല്ല. വീട് പണി കഴിയുന്നിടം വരെ ജീവിക്കാനാണോ? അല്ല. വലിയ പെരുന്നാൾ കഴിയുന്നിടം വരെ ജീവിക്കാനാണോ? അല്ല. മൂത്ത പെൺകൊച്ചിന് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ പോയി 1 വർഷം നിന്ന് ശുശ്രൂഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് മരിക്കാൻ വേണ്ടിയാണോ ഈശോ സൗഖ്യം തരുന്നത്? അല്ല. ഉന്നതമായ ഒരു കാരണമുണ്ട്. ആ കാരണം എന്തെന്നറിയാമോ? കർത്താവിന്റെ രാജ്യം, ദൈവത്തിന്റെ നിത്യതയുള്ള രാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ നടുവിലുണ്ടെന്ന് പറയുകയും അവന്റെ ചലനം അവന്റെ ജീവന്റെ അടയാളങ്ങളും ഓരോ ദിവസവും ഈ മനുഷ്യരെ പഠിപ്പിക്കുകയും സൂചിപ്പിക്കുകയും കാണിപ്പിക്കുകയും ചെയ്തതിൽ നടക്കാനാണ് 10,000-ങ്ങൾക്ക് ദൈവം അനുഭവം കൊടുക്കുന്നത്. അതാണ് ഇത്. ബൈബിൾ കൺവെൻഷനാണ് ഇത്. സാധാരണ എവിടെയെങ്കിലും നടക്കുന്ന ഒരു ബൈബിൾ കൺവെൻഷൻ അല്ല. ലോക സുവിശേഷവൽക്കരണം പൊട്ടിപ്പുറപ്പെട്ട, 2ാം സുവിശേഷവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സുവിശേഷവൽക്കരണം പൊട്ടിപ്പുറപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാകുന്ന ഈ പുണ്യഭൂമിയിൽ നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് അതിനൊരു കാരണമുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഇതുപോലെ നിത്യജീവനെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന ദൈവമക്കൾ പോകണം. അങ്ങനെയുള്ള ഒരു ദൈവവചന പ്രഖ്യാപനത്തിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ, സ്നേഹമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈശോ ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമൊക്കെയായി ദൈവം നിങ്ങളോട് ദർശനത്തിൽ സംസാരിക്കും. ദൈവം നിങ്ങളുടെ വഴികൾ ക്രമീകരിക്കും. ദൈവം നിങ്ങളുടെ ഭാഷ ക്രമീകരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നതിന്റെ 2-3 സൂചനകൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ് എന്റെ അവസാനത്തെ 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകി ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളെ ഒരു പുതുലോകത്തിന്റെ പ്രേക്ഷിതരായി രൂപാന്തരപ്പെടുത്താൻ തുടങ്ങിയെങ്കിൽ ആദ്യത്തെ സൂചന, നിങ്ങളുടെ യാത്ര, യുവർ ജേർണി ബിക്കംസ് എ റൂട്ട്ലെസ് ജേർണി. നിങ്ങളുടെ യാത്ര
ഗതിമാറിയ യാത്രയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പോട്ടയ്ക്ക് പോകാൻ ഇറങ്ങി, പോട്ടയിൽ നിന്ന് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഇറങ്ങിയ വഴികളിലൂടെ ആയിരിക്കില്ല. അത് സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ പാടത്ത് ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് അപ്പവും അപ്പക്കഷണങ്ങളും കുറച്ച് കറിയും കൂടെ തൂട്ടി അവരെ വീണ്ടും ജോലിക്കയക്കാമെന്ന് കരുതി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അവനോട് പറഞ്ഞു, ഹബക്കൂക്കെ, ഈ അപ്പവും ഈ കറിയും കൊണ്ടുപോകേണ്ടത് നിന്റെ വയലിലെ ജോലിക്കാർക്കല്ല, ബാബിലോണിലെ ദാനിയേലിനാണ്. ഹല്ലേലൂയ. ഹബക്കൂക്ക് ചോദിച്ചു, ദൈവമേ, ദാനിയേൽ എവിടെ, ബാബിലോൺ എവിടെ, എനിക്കറിയില്ല. ദൈവം പറഞ്ഞു, ഹബക്കൂക്കെ, ഒരൊറ്റ സെക്കൻഡ് എന്താ ചെയ്യണേ, കുഞ്ചി ഒന്ന് കുനിച്ചാ മതി. കർത്താവ് അവനെ കുഞ്ചിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിലെ കാരാഗ്രഹത്തിൽ പട്ടിണി മരിക്കുന്ന ദാനിയേലിന്റെ മുൻപിൽ ഹബക്കൂക്കിനെ കൊണ്ടിരുത്തിട്ട് പറഞ്ഞു, കൊടുക്ക് ഈ അപ്പവും കറിയും. ദാനിയേൽ ഇത് കഴിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ്, സൗളായിരുന്ന പൗലോസ്, ഈ പൗലോസിനെ ദൈവം കണ്ടുമുട്ടിയ സന്ധിക്ക് അവന് സംഭവിച്ചു നിങ്ങൾക്കറിയാം. അവൻ ദമാസ്കസിന് പോകാനിറങ്ങിയ പൗലോസ് വീണ്ടും ദമാസ്കസിന് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് എന്തു ചെയ്തു? അവന്റെ കാഴ്ചയങ്ങ് കളഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? ഇനി അവന് ദമാസ്കുസിന് പോകാൻ പറ്റൂല. ആ കണ്ണുകൾ കൊണ്ട് അവന് ദമാസ്കുസിന് പോകാൻ പറ്റൂല. അനനിയാസിന്റെ വീട്ടിൽ പോകാനേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പോയ പൗലോസ് പോയ വഴികള് എവിടെയല്ല? കാരാഗ്രഹത്തിൽ പോയി, അഗ്രിപ്പായുടെ കവാടത്തിൽ പോയി. കാരാഗ്രഹത്തിൽ പോയത് എന്തിനാ? അവിടെ കിടന്നുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് ഫിലമോന്, ഇതാ എന്റെ സ്നേഹഭാജനം ഒനേസിമൂസ് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോ ജയിലിൽ കിടന്നവൻ മാനസാന്തരത്തിന്റെ വചനം പറഞ്ഞ് അവിടെ നഷ്ടപ്പെടാനിരുന്ന പാപിയെ സ്വന്തം പുത്രനാക്കി മാറ്റി. ഹല്ലേലൂയ. നോക്കൂ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വചനപ്പന്തലിൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, നിങ്ങൾ ദമാസ്കസിന് പോകാൻ പദ്ധതിയിട്ട് പോട്ടയ്ക്ക് വന്നവരാണെങ്കിൽ ഒരുപക്ഷെ വേദനയില്ലാതെ കർത്താവ് നിങ്ങളുടെ കാഴ്ചകൾ എടുത്തു മാറ്റും. എന്തിനു വേണ്ടി? അവൻ വിടാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങൾ സങ്കടപ്പെടേണ്ട. വലിയ വിജയമാണത്. കരകളടിക്കാമോ? വലിയ വിജയമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ രണ്ടാമത്തെ അടയാളം, ഒരിക്കലും സംസാരിക്കാത്ത ഭാഷ പറയും നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടു കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തു കുരിശിൽ കിടക്കുന്നു. നടുവിൽ കിടക്കുകയാണ്. കള്ളന്മാർ ഒരുമിച്ച് വരുമ്പോ സാധാരണ പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണോ? ആണോ? വല്ല ജീസസ് ഫ്രട്ടേണിറ്റിക്കാരും ജയിലിൽ പോയി കഴിഞ്ഞാൽ പറയും. അല്ലാതെ സാധ്യതയുണ്ടോ? ചുരുക്കമാണ്. 2-3 കള്ളന്മാർ ഒരുമിച്ച് വരുമ്പോ അവര് ചർച്ച ചെയ്യുന്നത് പോട്ടാ ധ്യാനമന്ദിരത്തെ കുറിച്ചാണോ? അവര് ഇനി ഏതാഴ്ച അവിടെ വളർച്ചാ ധ്യാനം ഉള്ളതെന്നാണോ? ഒന്നുമല്ല. അവര് കവർച്ച മുതലിനെ കുറിച്ചും കക്കാനുള്ള വഴികളെ കുറിച്ചും ഒക്കെയാ. പക്ഷെ കുരിശിൽ കിടക്കുന്നു 2 കള്ളന്മാർ, ഇടത്തും വലത്തും, നടുവിൽ യേശുക്രിസ്തുവും. ജീവിതത്തിൽ ആദ്യമായി ഒരിക്കലും സംസാരിക്കാത്ത വിഷയം ഈ കൊച്ചു കള്ളന്മാർ പറഞ്ഞു തുടങ്ങി. എന്തായിരുന്നു അത്? നാളെ പോകാനിരിക്കുന്ന പറുദീസായെ കുറിച്ചാണ്. നോക്കൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധ്യാനം കൂടി നിരവധി ധ്യാനങ്ങൾ കൂടി, നിരവധി ദൈവവചന പന്തലുകൾ നിങ്ങൾ ഇരുന്ന് സമാധാനത്തോടെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ വഴി തുടർന്ന് ആ NH ചെല്ലുമ്പോ, ആ നാഷണൽ ഹൈവേ ചെല്ലുമ്പോ സാധാരണയായി നമ്മുടെ ഭാഷ വീണ്ടും നമ്മുടെ വീട്ടുഭാഷയാകാറുണ്ട്. ഇല്ലേ? ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ ഇന്നലെ 24 മണിക്കൂറുള്ളിൽ 23 മണിക്കൂർ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു. ഒരു അരമണിക്കൂർ അതിനകത്ത് നിന്ന് എക്സെപ്ഷൻ എടുത്തു. വല്ല കുഴപ്പമുണ്ടോ? കാരണം എന്താ? അരമണിക്കൂറേ അവളെന്റെ തലേ കയറിയപ്പോ വാതിലടിച്ചിട്ട് 2 കൊടുത്തു, ഒരു 4 പറഞ്ഞു. അരമണിക്കൂറെ നീണ്ടു നിന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം സുവിശേഷം കയ്യിലുണ്ടായിരുന്നെന്ന്. ആ മനുഷ്യന് പ്രിയപ്പെട്ടവർ അത് ചെയ്തു പോയി. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സാധാരണയായി നിന്റെ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും നീ പറയുന്ന ഭാഷ പൊടുന്നനെ മാറും. വേറൊരു സംസാരം തുടങ്ങും, വേറൊരു വിഷയം തുടങ്ങും, വേറൊരു രീതി കണ്ണിലും കാഴ്ചയിലും നാവിലും വരും. അപ്പോൾ
ഒരു സൂചനയായി. എന്തിന്റെ സൂചനയാണത്? വിജയകാലം വന്നു, ദൈവരാജ്യത്തിന്റെ വസന്തകാലം വന്നു. ഹല്ലേലൂയ! നിനക്ക് ചുറ്റും ദൈവം വീണ്ടും സ്വർഗത്തിന്റെ വഴികൾ തുറക്കുന്നു. നിന്റെ വീട് ദൈവത്തിന്റെ രാജ്യമാകും, നിന്റെ നാട് നീ വഴി ദൈവത്തിന്റെ രാജ്യമാകും. നീ വഴി വിജാതിയർ സുവിശേഷം കേൾക്കും. അനേകർ ഇനിയും കർത്താവിന്റെ സഭയിൽ സമാധാനം പേറും നീ വഴി. ഹല്ലേലൂയ! ഹല്ലേലൂയ! മൂന്നാമത്തെ ഒരു സൂചന, അവസാനത്തേത് എനിക്ക് പറയാനുള്ളതിൽ എന്താണ്? നിന്റെ വീട്ടിൽ പുതിയതെന്തെങ്കിലും നടക്കും. ഹല്ലേലൂയ! നിന്റെ വീട്ടിൽ പുതിയതെന്തെങ്കിലും നടക്കും. എന്താണ് പോലും അത്? നിന്റെ വീട്ടിൽ പുതിയതെന്തെങ്കിലും നടക്കും. അതിന്റെ പുറകെ നീ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഇതുവരെ നിന്റെ വീട്ടിൽ നടന്നത് നീ പ്രാർത്ഥിച്ചു. നിന്റെ മകൻ അമേരിക്കയ്ക്ക് പോയി, അവനൊരു കാറും മേടിച്ചു, ഒരു വീടും മേടിച്ചു. ആ വീട്ടിലാണ് ഇപ്പൊ നിന്റെ ബന്ധുക്കളും പഞ്ചായത്തിലുള്ള എല്ലാവരും. അതാണ് ഇതുവരെയായിട്ട് നടന്നിട്ടുള്ള പുതിയ കാര്യം. എന്നാൽ ഈശോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തോ പുതിയത് നിന്റെ ഭവനത്തിൽ നടത്താൻ പോകുന്നു. എന്തോ പുതിയത്. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ പഴയതുപോലെ ഇരിക്കില്ല. അത് വീടാണെങ്കിലും തിരുസഭയാണെങ്കിലും ഇടവകയാണെങ്കിലും ധ്യാനമന്ദിരമാണെങ്കിലും കർത്താവിന്റെ ആത്മാവ് പ്രവർത്തനം തുടങ്ങി മാനസാന്തര വഴിയിൽ നിന്നെ വിടുന്നു എന്ന് തോന്നിയാൽ ആദ്യത്തെ അടയാളങ്ങളിൽ ഒന്നാണ് പുതിയതെന്തെങ്കിലും നടക്കും. സ്നേഹമുള്ളവരെ, അച്ഛൻ നിങ്ങളോടൊരു വാഗ്ദാനം പറഞ്ഞിട്ട് പൊക്കോട്ടെ, കേൾക്കണ്ടേ? ഒരു വാഗ്ദാനം അങ്ങ് തന്നിട്ട് പോട്ടെ. യേശുനാമത്തിൽ ഇന്ന് ഈ സുവിശേഷ മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ആത്മാവും ശരീരവും കർത്താവിന് സമർപ്പിച്ച് വചനം കേട്ടാൽ നിങ്ങൾ തയ്യാറായി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വരുന്ന ദിനങ്ങളിൽ ഒന്നിൽ എന്തെങ്കിലും പുതിയത് നടക്കും. ഹല്ലേലൂയ! ഹല്ലേലൂയ! അതിന്റെ പിറകെ കർത്താവിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കും. അങ്ങനെ ഈശോ നിങ്ങൾക്ക് വേറൊരു ലോകം തുറന്നു തരും. യേശുവേ നന്ദി. അങ്ങനെ തടസ്സങ്ങൾ മാറിയ, ദൈവത്തിന്റെ വഴികൾ തുറന്ന, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ സംസ്കൃതിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രവേശിക്കുക. അല്പസമയം മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിലും വലിയ ഒരാത്മസംതൃപ്തിയോടെ ഈ പന്തൽ വിട്ട് ഞാൻ പോവുകയാണ്. ദൈവം നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനയിലേക്ക് പ്രവേശിക്കും മുൻപ് കണ്ണുകളടച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയെ, ഈ പോട്ട ബൈബിൾ കൺവെൻഷനിൽ നിന്നോടൊപ്പം ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്ന കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാനും ശുദ്ധമായി ആരാധിക്കാനും പഠിപ്പിക്കണമേ. ഈ ദിവസങ്ങളിൽ പുതുതായി നീ ഞങ്ങൾക്ക് നൽകാനിരിക്കുന്നത് മുഴുവൻ ദൈവരാജ്യത്തിന്റെയും നിത്യതയുടെയും വളർച്ചയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ വിശുദ്ധീകരിക്കപ്പെട്ട വളർച്ചയ്ക്ക് വേണ്ടി നീ മാറ്റണമേ. ഞങ്ങളുടെ അമ്മയെ, പരിശുദ്ധ ദൈവമാതാവേ, പുത്രനൊപ്പം നടന്ന അമ്മേ, ഞങ്ങൾക്കൊപ്പം നടന്ന് ഞങ്ങളെ വഴി കാണിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാത്യു കക്കാട്ടുപള്ളി അച്ഛനെ നന്ദിയോടെ നമുക്കോർക്കാം. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ദൈവം അച്ഛനിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുള്ള ഞങ്ങളുടെ സഭയിലെ ഒരു വചനപ്രഘോഷകനാണ് അച്ഛൻ. നാളുകളിൽ ദൈവം അച്ഛനെ വേറിട്ടൊരു ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആരംഭത്തിൽ വർഗീസ് അച്ഛൻ അത് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ഞങ്ങളുടെ സഭയുടെ കോട്ടയത്തുള്ള സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ നേതൃത്വ ശുശ്രൂഷ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് അച്ഛൻ ഈ നാളുകളിൽ ദൈവ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അച്ഛൻ തന്നെ സൂചിപ്പിച്ചു, ഇതിന് തൊട്ട് മുൻപ് അച്ഛൻ ജർമ്മനിയിലെ ബെർലിനിലുള്ള ഈ പോട്ടയിൽ നിന്ന് തുടങ്ങിയ ശുശ്രൂഷകളുടെ ഡയറക്ടർ ആയിരുന്നു.
യൂറോപ്പിലെ ആദ്യത്തെ പോട്ട ശുശ്രൂഷയാണ് ബെർലിനേത്. യൂറോപ്പിലെ ഈ പോട്ട ശുശ്രൂഷ വളർന്ന് പടർന്ന് പന്തലിക്കാൻ പ്രത്യേക ദൈവത്തിന്റെ നിയോഗം മാത്യു അച്ഛന് കിട്ടിയിട്ടുണ്ട്. അച്ഛനായിരുന്ന നാളുകളിൽ യൂറോപ്പിലെല്ലാം ഈ പോട്ട ശുശ്രൂഷ കൂടുതൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. അച്ഛനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ സഭയുടെ പ്രോവിൻസ് ഏതാണ്ട് 40ഓളം ആശ്രമങ്ങൾ, 150ഓളം വൈദികർ, ഇതിന്റെ എല്ലാം ആത്മീയ നേതൃത്വം അച്ഛൻ ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ അച്ഛന്റെ കൂടെ സമൃദ്ധമായിട്ടുണ്ടാകാൻ വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്കൊരുമിച്ച് അച്ഛനെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അച്ഛനോടുള്ള നമ്മുടെ സ്നേഹം നല്ല നീണ്ട ഒരു കയ്യടിയോടെ പ്രകടിപ്പിക്കാം. സഹോദരങ്ങളെ, കൺവെൻഷന്റെ ആദ്യ ദിനം അവസാന മണിക്കൂറിലേക്ക് വരുന്നു. സൗഖ്യാരാധനയുടെ മണിക്കൂർ. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോ ചിറപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനെ അറിയും നിങ്ങൾ. നമ്മുടെ ഈ ആശ്രമത്തിലെ അനുദിന ധ്യാന ശുശ്രൂഷയുടെ ഡയറക്ടർ, ഈ ബൈബിൾ കൺവെൻഷന്റെ കൺവീനറായിട്ട് അച്ഛൻ പ്രത്യേകം ഈ ദിനങ്ങളിൽ പ്രവർത്തിക്കുന്നു. അച്ഛന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഓർത്ത് അച്ഛൻ നയിക്കുന്ന ഈ ആരാധനാ നിമിഷങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ ശക്തി, ഈശോ തരുന്ന സൗഖ്യം അതെല്ലാം അനുഭവിച്ച് ആ കൃപയിൽ നിറയാനുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലോട്ട് വേഗം വരാം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹമുള്ളവരെ, ഈശോയുടെ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ജീവിതം തുറന്നു വയ്ക്കുന്ന നിമിഷങ്ങളാണ്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ ലോകത്തോട് പറയുന്ന കാര്യമുണ്ട്. ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗാദി സ്വർഗത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിൽ താണിറങ്ങി നമ്മിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധന. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗാദി സ്വർഗത്തിന്റെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. യോഹന്നാന്റെ ലേഖനത്തില് 1 യോഹന്നാൻ 4 അധ്യായം 4 വചനം ഇപ്രകാരം പറയും: നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, ഉള്ളവും ജീവിതം മുഴുവൻ തമ്പുരാന് കൊടുത്ത് ഇതാ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി ഏറ്റുവാങ്ങി ഈശോയ്ക്ക് ആരാധനയായി നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ നൊമ്പരങ്ങള്, നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തി നമ്മൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഏത് തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇതാ വിശുദ്ധ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ ലോകത്തോട് പറയുക, ദൈവം വസിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈശോയെ അനുഗമിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകൾ എന്റെ മുമ്പിൽ നീ അടച്ചു കളയൂ. നരകത്തെ ഭയന്നാണ് ഞാൻ ഈശോയെ അനുഗമിക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് എന്നെ തള്ളിയിടൂ. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ വീണ്ടും പറയും, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയ ഞാൻ ഓരോ നിമിഷവും ഈശോയെ തേടുന്നതെങ്കിൽ എന്റെ ദൈവമേ, നീ സ്വർഗത്തിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തരൂ. നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവമേ, നിന്നെ സ്നേഹിച്ച് നിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ, നിന്റെ സ്നേഹ സാന്നിധ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈശോ എന്റെ കുടുംബത്തെ, ഈശോയെ വിശുദ്ധീകരിക്കാൻ,
എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ സകല മാലാഖമാരോടും സകല സ്വർഗവാസികളോടും സകല വിശുദ്ധരോടും ചേർന്ന് ജീവിക്കുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പില് എന്റെ മനസ്സ്, എന്റെ ആത്മാവ്, എന്റെ ചിന്തകള്, എന്റെ കുടുംബം, എന്റെ കുടുംബ ബന്ധങ്ങൾ ഉയർത്തി ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയായിടുന്നു ആത്മനാഥനായിടുന്നു ആനന്ദാമൃതമീ നിമിഷം ദേവാദിദേവൻ വരും നിമിഷം ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാം മറന്ന് കണ്ണുകളിൽ ഈശോയെ കാണാൻ, കർത്താവേ ഹൃദയത്തിൽ നിന്നെ അനുഭവിച്ച് എല്ലാം മറന്ന് നിന്റെ സ്നേഹം ആഴമായി അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ജീവിതം ഉയർത്തുന്ന ദൈവമേ, എന്നെ തന്നെ ഉയർത്തുന്ന ദൈവമേ, സകല മാലാഖമാരോട് ചേർന്ന് കരങ്ങൾ നീട്ടി ആരാധിക്കാം. ആരാധനാസ്തുതി ആരാധനാസ്തുതി അതിലും തുറന്ന് കർത്താവേ, ഞങ്ങൾ കുറവുകളുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണ്. നിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്ന് നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി, നിന്റെ ഒരു സ്നേഹ തലോടലിന് വേണ്ടി, നിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി, നിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന ദൈവമേ, എല്ലാം മറന്ന് നിന്റെ ഒരു സ്നേഹ തലോടലിന് വേണ്ടി കൊതിക്കുന്ന ഞങ്ങളിലേക്ക് ഈശോയെ നിന്റെ കരം നീട്ടണമേ. എല്ലാം കൊടുത്ത് നമുക്ക് ഈശോയെ ആരാധിക്കാം. തിരുവോസ്തിരൂപൻ ഈശോ തിരുമാംസം നൽകിയ സ്നേഹം, 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 തകരുമി മനുജന്റെ ജീവിത ദുഃഖങ്ങൾ ഉയർത്തുന്നു അഞ്ജലിയാ. തകരുമീ മനുജന്റെ
ജീവിത ദുഃഖങ്ങൾ ഉയർത്തുന്നു നാഥ അഞ്ജലിയായി. ആരാധന സ്തുതി യേശുവേ, 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 ആരാധന സ്തുതി യേശുവേ. എല്ലാം മറന്ന് ആരാധിക്കുന്ന ദൈവമേ, നിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കി ജീവിതം നൽകി ആരാധിക്കുന്നു. ആരാധന സ്തുതി യേശുവേ. പുറപ്പാടിന്റെ പുസ്തകത്തില് ദൈവം ഇപ്രകാരം നമ്മോട് പറയും, ഇതാ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ദൈവത്തിന് ആശീർവദിക്കാൻ സാധിക്കുകയുള്ളൂ. വചനം നമ്മോട് പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കും. ഈശോയെ എന്നൊന്ന് വിളിച്ചേ, എന്റെ ഈശോയെ. എല്ലാം മറന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ. ദേശം അനുഗ്രഹിക്കപ്പെടാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ആത്മീയമായി ഉണരാൻ, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാൻ ആരാധനയായി ജീവിതം ഉയർത്തുന്നു. ആരാധന 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 ആരാധന. കാരുണ്യവർഷം ചൊരിയും ക്രൂശിതനായ ദൈവം, കാരുണ്യവർഷം ചൊരിയും ക്രൂശിതനായ ദൈവം, കാരുണ്യവർഷം ചൊരിയും ക്രൂശിതനായ ദൈവം, കാരുണ്യവർഷം ചൊരിയും ക്രൂശിതനായ ദൈവം, കരുണയുടെന്നും കൈകൾ നീട്ടി അനുഗ്രഹം നൽകും ദൈവസുതൻ, കരുണയോടെന്നും കൈകൾ നീട്ടി അനുഗ്രഹം നൽകും ദൈവസുതൻ. കരങ്ങൾ നീട്ടി ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ദൈവമഹത്വം അണിറങ്ങട്ടെ. ആരാധന സ്തുതി ഈ കൂടാരത്തില് നിന്റെ സാന്നിധ്യം സകല മക്കളും അനുഭവിക്കട്ടെ. എല്ലാം മറന്ന് നിന്നെ ആരാധിക്കുന്ന ദൈവമേ, സകല സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാം നൽകി ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah,
വ്യാപനം തുറന്ന് പാടിയേ. ഈശോയേ, ഈ കൂട്ടായ്മയുടെ മേല്, ഓരോ ജീവിതങ്ങളുടെ മേല് താണിറങ്ങണമേ. ഇസ്രായേലിന്റെ പാറയായ ദൈവമേ, ഈശോയേ, ജീവജലത്തിന്റെ അരുവിയായ ദൈവമേ, ഓരോ ഹൃദയങ്ങളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടാൻ ഞങ്ങളുടെ ആരാധനയെ കൈക്കൊള്ളണമേ. പ്രാർത്ഥിച്ചേ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഇസ്രായേലിന്റെ പാറയായ ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ കരം ഈ കൂട്ടായ്മയുടെ മേലെ നീട്ടണമേ. അഭിഷേക പരിമളിയായി നിന്റെ ശക്തി വെളിപ്പെടട്ടെ, നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണുകൾ അടയ്ക്കാം, എല്ലാം മറന്നേ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പില് നിഴല് പോലെ നമ്മോട് കൂടെ നിൽക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ്. ഇതാ അവിടുന്ന് ദിവികാരുണ്യമായി മാറിയെങ്കില്, അവിടുന്ന് നമുക്ക് വേണ്ടി അപ്പത്തോളം ചെറുതായെങ്കില്, ഓരോ ദിവസവും ബലിപീഠത്തിൽ ഇറങ്ങി വരുന്നുവെങ്കില്, ആ ദൈവം നമ്മോട് പറയുക, മോനെ, നിന്റെ ഉള്ളിൽ വസിച്ച് നിനക്ക് വേണ്ടി ഇതാ എന്നെ തന്നെ ഞാൻ നൽകാൻ ഇതാ ചോരയും നീരമായ ഒരു ദൈവം. ഈശോയെ, രണ്ട് കരങ്ങളും ദിവികാരുണ്യത്തിലേക്ക് നീട്ടിയേ, നിന്നെ അനുഭവിക്കാൻ. കർത്താവേ, മർത്തായെ പോലെ, മറിയത്തെ പോലെ, ഈശോയെ സമരക്കാരിയെ പോലെ നിന്റെ പാദാന്തികത്തില് വന്നിരിക്കുന്ന ഞങ്ങളെ തള്ളിക്കളയല്ലേ. ഈശോയെ, നിന്റെ പാദാന്തികത്തില് വന്നിരിക്കുന്ന ഞങ്ങളെ തള്ളിക്കളയല്ലേ. നീ തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകമായി, വൻ കൃപയായി, വലിയ ദൈവിക ഇടപെടലുകളായി, വലിയ സൗഖ്യമായി, വലിയ വിടുതലായി നിന്റെ ശക്തി കത്തി പടരട്ടെ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ, ദൈവം താണിറങ്ങുന്ന നിമിഷം, സ്വർഗം താണിറങ്ങുന്ന നിമിഷം, സ്വർഗീയ ദൂതന്മാര് താണിറങ്ങുന്ന നിമിഷം, ഈശോ സകല സ്വർഗവാസികളോട് ചേർന്ന് ഈ ആലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ മാർ തോമാസ് ശ്ലീഹായോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയുടെ പിൻബലമായി നിൽക്കുന്ന എല്ലാ പരിത്യാഗ പ്രവൃത്തികളോട് ചേർന്ന് നിന്ന്, ഉയർന്ന പ്രാർത്ഥനകളോട് ചേർന്ന് നിന്ന് ചിന്തിയ ഈശോയെ, ഓരോ കണ്ണുനീരിനോട് ചേർന്ന് അനുഗ്രഹം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, വലിയ സൗഖ്യ ശക്തി ഈ കൂട്ടായ്മയുടെ മേലെ കത്തി പടരട്ടെ, പാപക്കെട്ടുകൾ അടിയട്ടെ. മത്തായി 1:21 വചനത്തിന്റെ അഭിഷേകത്തില് പാപക്കെട്ട് അഴിയട്ടെ. ഈശോയെ, ഗലാത്യ 3:13 വചനത്തിന്റെ അഭിഷേകത്താല് സകല ശാപക്കെട്ടുകള് അഴിയട്ടെ. 2:15 വചനം വെച്ച് ഈശോയെ, ഞങ്ങളെ അടിമപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ എല്ലാ അശുദ്ധിയുടെ, അടിമത്തങ്ങളുടെ, പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചികതയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തില് രോഗത്തിന്റെ കെട്ട് അഴിയട്ടെ. യേശുനാമത്തില്
സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ഈ കൂട്ടായ്മയുടെ മേല് ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ പറന്നിറങ്ങണമേ. ആത്മാവേ, ഇന്ന് ലോകം മുഴുവൻ ഉയർന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ അനന്ത യോഗ്യതയാല് ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളുടെ ഓരോ നിയോഗങ്ങളിലേക്ക് താണിറങ്ങണമേ. ഭാഷാവരത്തി സ്തുതിച്ച് അഭിഷേകം ഒഴുകട്ടെ. ഈശോ, നിന്റെ നാമത്തിൽ വലിയ വിടുതൽ, നിന്റെ നാമത്തിൽ വലിയ രക്ഷ, നിന്റെ നാമത്തിലെ വലിയ അഭിഷേകം, വൻ കൃപകൾ കൊണ്ട്, വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, വലിയ ദൈവിക സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗം താണിറങ്ങുന്ന നിമിഷം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ള അധികാരം ഏറ്റെടുക്കുന്ന നിമിഷം, ദൈവമേ, ജീവിക്കുന്ന ദൈവപുത്ര, നിന്റെ ശക്തി, നിന്റെ സാന്നിധ്യം, നിന്റെ വൻ കൃപകള് എന്റെ മേല്, എന്റെ കുടുംബത്തിന്റെ മേല്, എന്റെ ദേശത്തിന്റെ മേല്, ദേശവാസികളുടെ മേല് താണിറങ്ങട്ടെ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം, ഈശോയേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അഭിഷേകം ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം, തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. കൂട്ടായ്മയുടെ മേല് നിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഓരോ ഹൃദയങ്ങളെ തളച്ചിടുന്ന അടിമത്ത ചങ്ങലകളെ അഴിക്കുന്ന അഭിഷേകം, ഓരോ കുടുംബങ്ങളെ തളച്ചിടുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ അഴിയുന്ന അഭിഷേകം ഒഴുകട്ടെ, കവിയട്ടെ, നദി പോലെ കത്തി പടരട്ടെ. സിഹിയോശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം, സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം, സിഹിയോശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം, സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം, എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം, എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം, കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം, പകരണമേ, പകരണമേ,
പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Hallelujah. യേശുവിന്റെ നാമത്തില് Hallelujah. ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി Hallelujah. കത്തി പടരട്ടെ. Hallelujah. സുവിശേഷത്തിന്റെ അഗ്നിയാല് ലോകം മുഴുവൻ കത്തി പടരട്ടെ. സഭ മുഴുവന്റെ മേലെ, എല്ലാ അഭിഷിക്തരുടെ മേലെ, എല്ലാ സമർപ്പിതരുടെ മേലെ മാമോദീസ സ്വീകരിച്ച സകല ദൈവമക്കളുടെ മേലെ അഭിഷേകം ഒഴുകട്ടെ. കരങ്ങളടിച്ചു പാടാം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം ദൈവശക്തി വ്യാപരിക്കട്ടെ. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം ഈശോ എന്റെ ഈശോ എന്റെ ഈശോ എന്റെ ഈശോ ഈശോ പ്രാർത്ഥിച്ച് സാത്താന്റെ കോട്ടകൾ തകരുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാകുന്ന ദൈവശക്തി മനുഷ്യന് അസാധ്യമായ എല്ലാ ആവശ്യം എല്ലാ മനുഷ്യന്റെ എല്ലാ അസാധ്യതയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ കരങ്ങൾ നെഞ്ചോട് ചേർക്കാം. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി കർത്താവ് വലിയ സ്പർശനം നമുക്ക് നൽകുന്ന നിമിഷങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനത്തില് മാലാഖയിലൂടെ പരിശുദ്ധ അമ്മയോട് ഇതാ ദൈവം പറയുന്ന പ്രകാരമാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നേ. നോക്കുക, ജീവിതത്തിൽ
ഏത് അസാധ്യത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 27 വാക്യം, മനുഷ്യന് അസാധ്യം, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യം. ആരുടെ മേലാണ്? വിശ്വസിക്കുന്നവരുടെ മേല്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ ബലിയുടെയും യേശുക്രിസ്തുവിന്റെ പാടുപീടുകളുടെയും ഈശോ സഹിച്ച സഹനങ്ങളുടെയും ഈശോ ചിന്തിയ രക്തത്തിന്റെയും ഈശോ നമുക്ക് വേണ്ടി ഏതെല്ലാം രീതിയിൽ വില കൊടുത്തോ ആ വിലയോട് ചേർന്ന് നിന്ന് അസാധ്യമായതിനെ സാധ്യമാക്കാൻ ഈശോയെ എന്നിലേക്ക് താണിറങ്ങണമേ, എന്റെ കുടുംബത്തിലേക്ക് താണിറങ്ങണമേ, എന്റെ കുടുംബം മുഴുവനിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടട്ടെ. സ്വർഗം താണിറങ്ങട്ടെ. സകല മഹത്വം ഞങ്ങളുടെ മേലെ പകരണമേ കർത്താവേ. പ്രാർത്ഥിച്ച് യേശുവിന്റെ തിരുരക്തത്തിന്റെയും യേശുവിന്റെ സഹനത്തിന്റെയും ഈശോ ചിന്തിയ രക്തത്തിന്റെയും അനന്ത യോഗ്യതയാല് നിന്റെ മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമാസമിടം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാസമിടം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാസമിടം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. എല്ലാം മറന്ന് ദിവികാരുണ്യത്തിലേക്ക് വീണ്ടും നോക്കിയേ. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചാലല്ലാതെ ഈ ആലയത്തിൽ നിന്ന് ഇത് അവിടുന്ന് നമ്മെ പറഞ്ഞയക്കുകയില്ല. പുറപ്പാടിന്റെ പുസ്തകം 20 അധ്യായം 24 വാക്യം, എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറും 365 ദിവസവും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷത്താൽ മുഖരിതമായ ഈ ആലയത്തിൽ വന്ന് നിന്റെ കുരിശിനോടും നിന്റെ പാടുപെടകളോടും നീ സഹിച്ച സഹനങ്ങളോടും ചേർന്ന് നിന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയെ, എന്റെ മേലെ, എന്റെ കുടുംബത്തിന്റെ മേലെ, എന്റെ കുടുംബാംഗങ്ങളുടെ മേലെ നിന്റെ അനുഗ്രഹം ഒഴുകട്ടെ, നിന്റെ അനുഗ്രഹം ഒഴുകട്ടെ. ഈ നിമിഷം വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്റെ എല്ലാ നിയോഗങ്ങളുടെ മേലെ സംഭവിക്കാൻ യേശുവിന്റെ തിരുനടങ്ങളുടെ അനന്ത യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പാടി പ്രാർത്ഥിക്കാം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. ഈശോയുടെ ദിവികാരണത്തിലേക്ക് വീണ്ടും നോക്കാം.
പ്രിയപ്പെട്ടവരെ, ഇതാ ആരാധനയിൽ ഒന്ന് മാറി മറ്റൊന്നായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തില് ഇതാ ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം ഈ ലോകത്തിൽ കത്തിപ്പടരുകയാണ്. എവിടെയെല്ലാം ദൈവമക്കൾ ആരാധിക്കാൻ വില കൊടുക്കുന്നുവോ അവിടെയെല്ലാം മനുഷ്യർക്ക് അസാധ്യമായ വലിയ ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവിക ഇടപെടലുകളും സംഭവിക്കുകയാണ്. നമുക്ക് ദിവികാരുണ്യത്തിലേക്ക് നോക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തില് ഇസ്രായേൽ മക്കള് നിലവിളിയായി ജീവിതം തമ്പുരാന് കൊടുത്തപ്പോൾ തങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്ത തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഇതാ തങ്ങൾ ആ ദൈവത്തെ ആശ്രയിക്കാൻ വില കൊടുത്തപ്പോൾ അവരിൽ നിന്ന് ദൈവം ഒരുവനെ ഉയർത്തിയെങ്കിൽ ഇതാ അവരുടെ നിലവിളിയുടെ പ്രാർത്ഥന ദൈവം കണ്ടു. അവരുടെ നിലവിളി കേട്ട് അവരിൽ നിന്ന് ദൈവം ഒരുവനെ ഉയർത്തിയെങ്കിൽ ഇതാ നമ്മൾ തമ്പുരാന്റെ മുമ്പില് എല്ലാം മറന്ന് നിലവിളിയായി ഉരുകുന്ന മനസ്സായി കണ്ണുനീരായി ദൈവത്തിന്റെ മുമ്പില് വില കൊടുക്കുമ്പോൾ ദൈവത്തിന് നമ്മെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അന്ധനായ ബർത്തിമേയോസ് നിലവിളിച്ചു. അവന്റെ വിളിപ്പുറത്ത് നിന്ന ഒരു ദൈവമെങ്കില് ഈശോയെ ഈ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ വന്ന് എല്ലാം മറന്ന് ഈ 5 നാള് ഇതാ നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ എന്റെ വിളിപ്പുറത്തിറങ്ങാൻ ഈശോയെ എന്റെ നിലവിളിയെ കൈക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്റെ മുമ്പില് അപേക്ഷയായി യാചനയായി നന്ദിയായി നിൽക്കുന്ന എന്നിലേക്ക് കാലം നീട്ടണമേ കർത്താവേ. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. പുറപ്പാടിന്റെ പുസ്തകത്തില് 31 അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ട ഇസ്രായേൽ മക്കള് അത്ഭുതകരമായി ദൈവം അവരെ നയിച്ചു. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം അല്പം അവരിൽ നിന്ന് മങ്ങിയപ്പോൾ വിഗ്രഹമുണ്ടാക്കി ദൈവനിഷേധ ആരാധനയിലേക്ക് ഇറങ്ങുന്ന ജനം, ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു ജനതയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന ദൈവജനത്തിന്റെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം ഇത് അവിടെ നിന്ന് പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മോശ ദൈവത്തിന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 33 അധ്യായത്തില് ദൈവം മോശയോട് പറയുക, നിങ്ങൾക്ക് ഞാൻ തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം തരാം. നിങ്ങൾക്കതല്ലേ വേണ്ടത്? തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം തരാം. നിങ്ങൾക്ക് ഞാൻ ദൂതനെ തരാം. പക്ഷേ ഞാൻ വരില്ല, ഞാൻ മാത്രം വരില്ല. മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുക, തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം തരാം, നിങ്ങൾക്ക് ദൂതനെ തരാം, പക്ഷേ ഞാൻ മാത്രം വരികയില്ല. ഇതിനുള്ള ഉത്തരം പുറപ്പാടിന്റെ പുസ്തകം 34 അധ്യായം 9 വചനത്തില് മോശ ദൈവത്തോട് പറയുന്ന ഇപ്രകാരമാണ്, ദൈവമേ, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും
അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈശോ നമുക്ക് ചോരയും നീരുമൊഴുക്കി നമ്മെ നേടിയെടുത്ത ഒരു ദൈവം. ആ ദൈവം നമ്മുടെയൊക്കെ ജീവിതം കൊണ്ടോ, നമ്മുടെ കുടുംബം കൊണ്ടോ, നമ്മുടെ പൂർവികർ വഴിയോ, നമ്മുടെ കുടുംബാംഗങ്ങൾ വഴിയോ ഏതെല്ലാം രീതിയിൽ വേദനിച്ചിട്ടുണ്ടോ, എങ്കിലും ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് അനുഗ്രഹമല്ലേ വേണ്ടേ, ഞാൻ അനുഗ്രഹം തരാം. നിങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങളല്ലേ വേണ്ടത്, ഭൗതിക നേട്ടങ്ങൾ തരാം. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. യേശുവിന്റെ സാന്നിധ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. സങ്കീർത്തന വചനം 4-ാം അധ്യായം 7-ാം വാക്യം, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ ഏറെ ആനന്ദം അവിടുന്ന് എന്റെ ആത്മാവിൽ ചൊരിഞ്ഞു. ഒരു ദൈവ പൈതൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ഭൗതിക നേട്ടങ്ങളോ ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളോ അവന്റെ മുമ്പില് ഒന്നുമല്ലാതായി ഇതാ ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഹൃദയത്തെ, ആത്മാവിനെ ഭരിക്കുകയാണ്. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഈ കാലഘട്ടത്തില് ഏതെല്ലാം രീതിയിൽ യേശുവിനെ ഇതാ ജീവിതത്തിൽ വില കൊടുത്ത് സ്വന്തമാക്കാൻ നിനക്ക് സാധിക്കൂ. ഈശോ നമ്മോട് നോക്കിക്കൊണ്ട്, നമ്മിലേക്ക് നോക്കിക്കൊണ്ട് പറയുക, ഒരു ജനതയെ ഈശോ സ്വന്തമാക്കാൻ അവിടുന്ന് ഗാഗുൽത്തായുടെ വിരിമാറില് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. ഒരു ജനതയെ സ്വന്തമാക്കാൻ കുരിശിന്റെ വഴിയിലൂടെ ഗാഗുൽത്തായുടെ വഴികളില് അവൻ വലിച്ചെഴയപ്പെട്ടു. ഗെത്സേമനില് അവൻ രക്തം ചിന്തി. അവന്റെ രക്തത്തുള്ളികള് ആ മണ്ണിൽ പതിഞ്ഞു. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴത്തക്ക വിധം വേദനയെ ഏറ്റുവാങ്ങിയപ്പോഴാണ് ഈ ലോകത്തിന്റെ മുമ്പിൽ രക്ഷ ഒഴുകിയിറങ്ങിയതെങ്കിൽ ഓരോ ദൈവ പൈതലിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ നുംബരങ്ങളെ യേശുവിന്റെ നുംബരങ്ങളോട് ചേർത്ത് വയ്ക്കാൻ നിനക്ക് സാധിക്കുമോ? ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നമ്മോട് ചോദിക്കുക, മോനെ, നിന്റെ കണ്ണുനീരിനെ എന്റെ കണ്ണുനീരിനോട് ചേർത്ത് വെക്കാൻ നിനക്ക് സാധിക്കുമോ? നിന്റെ നുംബരങ്ങളെ എന്റെ നുംബരങ്ങളോട് ചേർത്ത് വെക്കാൻ നിനക്ക് സാധിക്കുമോ? ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോ കരഞ്ഞതുപോലെ കരയാൻ, ഈശോ സഹിച്ചതുപോലെ സഹിക്കാൻ, ഈശോ കാഴ്ചവെച്ചതുപോലെ കാഴ്ചവെക്കാൻ തയ്യാറാകുമ്പോൾ നിന്നിൽ നിന്ന് ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ കുടുംബാംഗങ്ങളുടെ മേല് ഈശോയ്ക്ക് പകരാൻ നിന്റെ ജീവിതം ഒരുങ്ങുകയാണ്. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ചോദിക്കാം, ഈശോയെ, ഏത് ഗാഗുൽത്തായിലാണ് ഞാൻ ചങ്കുപൊട്ടി കരയേണ്ടത്? ഏത് ഗത്സേമിലാണ് ഞാൻ രക്തം ചിന്തി പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിയേ നൽകുന്ന ദൈവമേ, എന്റെ കുടുംബത്തിലേക്ക് രക്ഷയൊഴുകാൻ, എന്റെ കുടുംബാംഗങ്ങളിലേക്ക് രക്ഷയൊഴുകാൻ ഈശോയെ നിന്റെ സകലത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുമാംസങ്ങളുടെ യോഗ്യതയാല്, നീ സഹിച്ച സഹനങ്ങളുടെ യോഗ്യതയാല്, നീ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാല്, നീ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാല് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ മാംസങ്ങളുടെ യോഗ്യതയാൽ, ഈശോ സഹിച്ച സഹനങ്ങളുടെ യോഗ്യതയാൽ രക്ഷ സ്വന്തമായ ഭവനമായി മാറട്ടെ, രക്ഷ സ്വന്തമായ കുടുംബമായി മാറട്ടെ. തിരുമാംസമിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാംസനിളം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം,
അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം ഓരോ ജീവിതങ്ങളിലേക്ക്, ഓരോ ദേശങ്ങളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക്, ഓരോ നിയോഗങ്ങളിലേക്ക് യേശുവിന്റെ മകനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. നിന്റെ നാമത്തില് നിന്റെ പാടുവിടകളോട് ചേർന്ന് നിന്റെ കുരിശിനോട് ചേർന്ന് ഞങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് വലിയ രക്ഷ ഒഴുകട്ടെ. ഈശോയുടെ ദിവികാരണത്തിലേക്ക് നോക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയോടെന്ന് പറഞ്ഞ് ഐസിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന കേട്ട് ഇതാ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മൈഗ്രെയിന്റെ തലവേദനയുള്ള 136 പേർക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി ഇതാ അനുഗ്രഹിക്കുന്നു. അയൽവക്കങ്ങളുമായി നിരന്തരമായ കലഹമുള്ള 8 കുടുംബങ്ങളിൽ കർത്താവ് ഇടപെട്ട് ഇതാ അയൽവക്ക കലഹത്തിന്റെ അസ്വസ്ഥതകൾ എടുത്തു മാറ്റുന്നു. പോലീസിനെ ഭയപ്പെടുന്ന ഒരു യുവാവിനെ അനുതാപത്തിലേക്ക് കർത്താവ് നയിക്കുന്നു. ഹല്ലേലൂയ. തൊണ്ടയ്ക്ക് തടസ്സം, ശബ്ദ തടസ്സമുള്ള 7 പേരെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. വസ്തു വിറ്റ് കടം വിട്ടാൻ ആഗ്രഹിക്കുന്ന 21 കുടുംബങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നു. ഹല്ലേലൂയ. മക്കളുടെ പഠന മേഖലയോർത്ത് അസ്വസ്ഥപ്പെടുന്ന 408 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ജഡിക തിന്മകളിൽ നിന്ന് 136 പേരെ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗമുള്ള 16 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ക്യാൻസർ രോഗികളെ മനുഷ്യനെ നിഷേധിക്കാൻ പറ്റാത്ത അത്ഭുതം സംഭവിക്കട്ടെ. ഈശോ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കർത്താവ് അനുതാപത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ആക്സിഡന്റില് ഷോൾഡറിന് പരിക്ക് പറ്റിയ ഒരാളെ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമാശയ സംബന്ധമായ അസുഖമുള്ള 17 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. ഈശോയുടെ ദിവികാരണത്തിലേക്ക് നോക്കി ഇന്ന് നമ്മൾ ഏത് നിയോഗമൊക്കെ ആയിട്ടാ വന്നത് ഈശോടൊന്ന് പറഞ്ഞേ. കർത്താവ് നമ്മൾ തൊടാൻ നോക്കി നിൽക്കുന്നവനാ. കർത്താവെ നിന്റെ ദിവികാരണത്തിലേക്ക് നോക്കി ഇന്ന് ഞാൻ നിന്റെ പാദാന്തികത്തിൽ ഇരുന്നത് ഈ ഒരു നിയോഗം വെച്ച കർത്താവെ, ഈ 90 ദിവസവും ഈ കൺവെൻഷന് വേണ്ടി ഒരുങ്ങി ഇതാ നിയോഗം വെച്ച് ഇതാ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് ഒത്തിരിയേറെ മക്കളുടെ വില ഇതിന്റെ പിന്നിൽ, കണ്ണുനീര് ഇതിന്റെ പിന്നിലുണ്ട്. അനേകരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന്
ഈശോയെ, നിന്റെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണ ദൈവമേ, നിന്റെ കരം നീട്ടണമേ ദൈവമേ, നിന്റെ ശക്തി സാന്നിധ്യം എന്നെ നിറയട്ടെ. അപ്പസ്തോലന്മാരുടെ മേല് നിഴല് പോലെ നിറഞ്ഞു നിന്ന സാന്നിധ്യം എൻ്റെ മേല്, എൻ്റെ കുടുംബത്തിന്റെ മേല് പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്ന് വിശ്വാസത്തോടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള 4 ദിവസവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പേമാരിയായി ഈ കൂട്ടായ്മയിൽ, ഈ കൺവെൻഷൻ പന്തലില് കടന്നു വരുന്ന ഓരോ മക്കളില്, ഉയരുന്ന പ്രാർത്ഥനകളില് ഈശോയെ പകരണമേ. ഈ സ്റ്റേജ് മുഴുവൻ ദൈവമഹത്വം തളം കെട്ടി നിൽക്കട്ടെ. കടന്നു വരുന്ന എല്ലാ മക്കളിലേക്ക് അത് കത്തിപ്പടരുന്ന ഒരു അനുഭവം കർത്താവെ സമ്മാനിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. എല്ലാവരും കരങ്ങൾ കൂപ്പുക. എല്ലാവരും കരങ്ങൾ കൂപ്പുമ്പോൾ ഇന്ന് ഈശോ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ സൗഖ്യം കിട്ടിയവർ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചറിഞ്ഞ ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായിട്ടുള്ള നടുവിന്റെ വേദന, മുട്ടുകാലിന്റെ വേദന, വീണതിന്റെ ഫലമായി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വേദനകൾ, ശാരീരിക സൗഖ്യം കിട്ടിയവരൊന്ന് കരമുയർത്താവോ? ഏതെങ്കിലും ഒരു ശാരീരിക സൗഖ്യം ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തുക. അത് അവർക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ ഉള്ള സൗകര്യമുണ്ടാകും. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ആ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും. മറ്റൊരു കാര്യം, ഒരു വ്യക്തിയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു മുഴ മാറിയതായിട്ടൊരു സന്ദേശമുണ്ട്. അത് തിരിച്ചറിയുകയാണെങ്കിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പാൻ നാളത്തെ ശുശ്രൂഷകൾ ഓർപ്പിക്കുകയാണ്. നാളെ ആദ്യത്തെ ശുശ്രൂഷ സക്രിയ സദാർച്ചൻ നയിക്കും. അതിനുശേഷം 10:30 10:15 സേവ്യർ ഖാൻ വട്ടായിലച്ചൻ ശുശ്രൂഷകൾ നയിക്കും. 12 മണിക്ക് പരിശുദ്ധ കുർബാന. ഉച്ചയ്ക്ക് ശേഷം പോൾ പാറേക്കാട്ടിലച്ചൻ ശുശ്രൂഷ നയിക്കുന്നു. അതിനുശേഷം ആന്റണി പയ്യപ്പള്ളി അച്ഛൻ നാളെ ശുശ്രൂഷകൾ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. മടക്കയാത്രയെ സമർപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നിർദ്ദേശം കൃത്യതയോടെ നിങ്ങൾ അനുസരിക്കണം. വാഹനം നിങ്ങൾ പോലീസ് അനുവദിച്ചതിന് ശേഷം മാത്രം വാഹനങ്ങൾ കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ധൃതി കാണിക്കരുത്. ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബസ് പോയാലും ബസ് ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കരുത്. ഹൈവേയിലേക്ക് എത്തുന്നതിന് മുമ്പ് തൊട്ട് തന്നെ പോലീസ് നിർദ്ദേശം നൽകും. അത് കൃത്യതയോടെ പാലിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ വാഹന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫീസിൽ അറിയിച്ചാൽ നമുക്ക് KSRTC ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. അവരുമായിട്ട് ചേർന്ന് നമുക്ക് വാഹന സൗകര്യം ക്രമീകരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഓൺലൈനിലെ പേജ് പരിചയപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പാം. കരങ്ങൾ കൂപ്പി ഇന്ന് ഈശോ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ദിവസം ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, അനേകരെ കൂട്ടിക്കൊണ്ടുവന്ന് വചനത്താൽ സൗഖ്യപ്പെടുത്തി തിരിച്ചയക്കുന്ന ഈശോയ്ക്ക് നാളെ ഒരു 10 പേരോടെങ്കിലും പറയുവാൻ ശ്രദ്ധിക്കുക. താമസിക്കുന്നവർ ഇവിടെ കൂടി പ്രാർത്ഥിക്കണം. വൈകുന്നേരം ഇപ്പോൾ പ്രേക്ഷിതരായിട്ടുള്ളവര് സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരിക. പ്രേക്ഷിതർ ഇപ്പോൾ സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരിക. എല്ലാ സെക്ടറിലുമുള്ള
എല്ലാ ഡിപ്പാർട്ട്മെന്റിലുമുള്ള പ്രേക്ഷിത ശുശ്രൂഷകരും മുമ്പിലേക്ക് വരുന്നു. താമസിക്കുന്നവര് കൂടി, ഇവിടെ താമസിക്കുന്നവര്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ താമസിക്കുന്നവര് ശ്രദ്ധിക്കുക. ഇവിടെയും ഡിവൈനിൽ താമസിക്കുന്നവർ ഒന്നും കൂടി ഇവിടെ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രേക്ഷിതര് മുൻഭാഗത്ത് നിൽക്കണം. പ്രേക്ഷിതരോട് എനിക്ക് ചില കാര്യം പറയാനുണ്ട്. പ്രേക്ഷിതർ മുൻഭാഗത്തേക്ക് വരിക. എല്ലാ ഭക്ഷണത്തിന്റെ, സ്തോത്ര കാഴ്ചയുടെ, അതോടൊപ്പം തന്നെ വെള്ളം, അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചവർ, കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിച്ചവര് മുമ്പോട്ട് വരുന്ന കാര്യം ശ്രദ്ധിക്കുക. പ്രേക്ഷിതര് എല്ലാവരും മുമ്പോട്ട് വരിക. പോകുന്നവര് ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ കാലിലൊക്കെയുള്ള ആഭരണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് വാഹനം കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളത് ചെയ്യുക. ഇന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ശുശ്രൂഷകളിൽ സഹായിച്ചു. എല്ലാം നന്നായി. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയുകയാണ്. ബാഡ്ജ് പേര് തന്നിട്ട് കിട്ടാത്തവര് കുറച്ച് പേർക്ക് ഓരോ ലീഡേഴ്സ്